നിങ്ങൾ നിങ്ങളുടെ സമയവും സ്നേഹവും എനർജിയും ഒക്കെ അവർക്ക് കൊടുത്തു. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വന്നപ്പം അവരെന്താ തിരിച്ചു തന്നതെന്നറിയോ? മൗനം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാഥാർത്ഥ്യം പറയാം. ചില ആളുകളുണ്ടല്ലോ, അവർ നമ്മളെ സ്നേഹിക്കുന്നത് അവരുടെ സൗകര്യത്തിനാണ്, അവർക്ക് ആവശ്യമുള്ളപ്പോഴാണ്. അല്ലാതെ ശരിക്കും അവർ നിങ്ങളെ കെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിൽ നിങ്ങളോട് ഇത്തിരി ആത്മാർത്ഥത ഉണ്ടായിട്ടില്ല. പിന്നെന്താ, നിങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നതുകൊണ്ട്, നിങ്ങളെക്കൊണ്ട് അവർക്ക് ഉപകാരമുള്ളതുകൊണ്ട്. ആരും സഹായത്തിന് എത്താതിരുന്ന സമയത്ത് നിങ്ങളവരെ സഹായിച്ചതുകൊണ്ട്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് നിർത്തിയാൽ, എല്ലാവരും ഒരു അതിര് വെച്ചാൽ, ബൗണ്ടറി വെച്ചാൽ, അവരെ പിന്നെ തിരിയിട്ട് തിരഞ്ഞാൽ കാണില്ല, അവർ അപ്രത്യക്ഷമായിട്ടുണ്ടാവും. അവർക്കൊരു താങ്ങ് ആവശ്യം വന്നപ്പോൾ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സപ്പോർട്ടിന്. അവർ വീണ് പോയപ്പോൾ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. അവർ കരഞ്ഞപ്പോൾ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അവരെ കേൾക്കാൻ. അവർ ഒറ്റപ്പെട്ടപ്പോൾ നിങ്ങളായിരുന്നു അവരുടെ കരുത്ത്. നിങ്ങളുടെ ചുമലുകളായിരുന്നു അവർക്ക് സപ്പോർട്ട്. എന്നാൽ നിങ്ങൾക്ക് വേദനിച്ചപ്പോൾ, നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യം വന്നപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായോ? ആരെങ്കിലും വന്ന് ചോദിച്ചോ, നീ ഓക്കെ ആണോ എന്ന്, നിനക്കെന്താ പറ്റിയതെന്ന്, അല്ലെങ്കിൽ സാരമില്ലെന്ന്, നമുക്കൊക്കെ ശരിയാക്കാമെന്ന്? ഇല്ല. ആ ഒരു മൗനം ഉണ്ടല്ലോ, അത് നമ്മളെല്ലാം പഠിപ്പിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സമയവും എനർജിയും സ്നേഹവും ഒന്നും ഫ്രീ അല്ല, വെറുതെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതല്ല. അത് വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ നോക്കുക. നിങ്ങളുടെ നിഴലിൽ ജീവിക്കുന്ന ആളുകൾക്ക് വെളിച്ചം നൽകുന്നത് നിർത്തുക. എല്ലാവർക്കും ഇല്ല കേട്ടോ, അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നവർക്ക്. മറ്റുള്ളവർ നിലനിർത്താൻ നിങ്ങൾ സ്വയം തകർന്ന് നിർത്തുക, സ്വയം ഉരുകിത്തീർന്ന് നിർത്തുക. എനിക്കറിയാം, അവരിൽ നിന്നൊക്കെ അകന്നു പോകാൻ മാത്രം നിങ്ങൾ ദുർബലയല്ല എന്ന്. ഒക്കെ നിർത്തി ഇനിയില്ല എന്ന് പറയാൻ മാത്രം ഹൃദയശൂന്യതയുള്ള ആളല്ല എന്ന്. എന്നിരുന്നാലും ഇനിയെങ്കിലും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക. ഈ നിമിഷം മുതൽ സ്നേഹം എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് ഫീൽ ചെയ്യുന്ന ബന്ധങ്ങളുടെ പുറകെ പോകുന്ന നിർത്തുക. സ്നേഹത്തിന് വേണ്ടി കെഞ്ചേണ്ടതില്ല. അവരുടെ അറ്റൻഷൻ, ശ്രദ്ധയ്ക്ക് വേണ്ടി കെഞ്ചേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വില അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മുറിവുകൾ ഉണക്കുന്നതിലേക്കാവട്ടെ, നിങ്ങളെ വീണ്ടും റീബിൽഡ് ചെയ്യുന്നതിലേക്കാവട്ടെ, വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിലേക്കാവട്ടെ. അവസാനം നിങ്ങളെ നടുക്കടലിൽ ഉപേക്ഷിച്ചവർക്ക് പോലും നിങ്ങളെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെത്തട്ടെ. നിങ്ങളുടെ വില അവർ സ്വയം മനസ്സിലാകട്ടെ. ഇപ്പോൾ പോകുന്നതൊക്കെ പോട്ടെ എന്ന് വയ്ക്കുക. ആ ആളുകൾ പോട്ടെ, ആ ഫേക്ക് സ്നേഹം പോട്ടെ, ആ വൺ സൈഡ് എഫേർട്ടുകൾ പോട്ടെ. ഇത് മനസ്സിലാക്കുക, ശരിക്കും നിങ്ങളെ കെയർ ചെയ്യുന്നവരെ, കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കുമ്പോൾ മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല, മറിച്ച് ജീവിതം വിഷമഘട്ടത്തിലൂടെ പോകുമ്പോഴും, ജീവിതം കാറ്റും കോളും നിറഞ്ഞാകുമ്പോഴും, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും, മൗനമായിരിക്കുമ്പോഴും, നിങ്ങളെ കൊണ്ട് അവർക്കൊരു ഉപകാരമില്ലാതിരിക്കുന്ന സമയത്തും നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക, നിങ്ങളൊരു അധികപ്പറ്റല്ല, ഒരു ഭാരമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ അനാവശ്യങ്ങളല്ല. നിങ്ങൾ ആവശ്യപ്പെടുന്നതൊന്നും തെറ്റല്ല, നിങ്ങൾ തെറ്റായ ആളുകളോടാണ് ചോദിക്കുന്നതെന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ വില തിരിച്ചറിയുക, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. നിങ്ങൾ വളർന്നതിന്, വളരാൻ ശ്രമിച്ചതിന്, നിങ്ങളോടുകൂടെ വളരാൻ ശ്രമിക്കുക കൂടി ചെയ്യാത്തവരോട് ക്ഷമാപണം ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ വില തിരിച്ചറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, എല്ലാം മാറും. ജീവിതം മാറും, ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് മാറും, ജീവിതം മനോഹരമാവും. അപ്പോൾ സ്നേഹം മാത്രം.